ക്രിസ്തുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ യഹൂദരോട് സംസാരിക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ സത്യമാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ വിശ്വസിക്കുന്നില്ല? ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഉദ്യമിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതേ അവസ്ഥ വരെ, അതായത് ഞാൻ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെന്നെ വെറുക്കുന്നു, ഞാൻ നീതിയായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ എനിക്ക് എതിരെ നിൽക്കുന്നു എന്നുള്ളൊരു അവസ്ഥയൊക്കെ വരാം. അപ്പോൾ ഈ സുവിശേഷ ഭാഗം ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഈശോയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു, പക്ഷെ നിങ്ങളത് ഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾ നുണയുടെ പിന്നാലെ പോവുകയാണ്, അല്ലെങ്കിൽ അസത്യത്തിന്റെ പിന്നാലെ പോവുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങളുടെ പിതാവ് പിശാചാണ് നിങ്ങളുടെ പിതാവ്. അതുകൊണ്ടാണ് അവൻ നുണയുടെ പിതാവുമായതുകൊണ്ട്, അവന്റെ മക്കളായതുകൊണ്ടാണ് നിങ്ങൾ നുണയുടെ പിന്നാലെ പോകുന്നത്, അസത്യത്തിന്റെ പിന്നാലെ പോകുന്നത് എന്ന് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ യഹൂദരൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ ജാരസന്തതികളൊന്നുമല്ല, ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ്. ഈശോ തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളായിരുന്നു എന്നുണ്ടെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗമായി ചെയ്യുമ്പോൾ നമുക്കൊന്ന് ശാന്തമായിട്ടൊന്ന് ധ്യാനിച്ച് നോക്കാം. എൻ്റെ പ്രവൃത്തികൾ വെച്ച് ഞാൻ ആരുടെ മകളാണ് എന്നാണ് മറ്റുള്ളവർ പറയുക? എൻ്റെ വാക്കും പ്രവൃത്തിയും അനുസരിച്ച് ഞാൻ ദൈവത്തിൻ്റെ മകളുമാണെന്ന് പറയുമോ, അതോ പിശാചിന്റെ മകളുമാണെന്ന് പറയുമോ? സത്യത്തിന് കൂട്ടു നിൽക്കാനാണോ, അതെ സത്യം തുറന്നു പറയുന്നവരെ എതിർക്കാനാണോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആവശ്യമായ മാറ്റങ്ങൾ ജീവിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.